ഒരു വൃദ്ധൻ അയൽ ഗ്രാമത്തിലേക്ക് കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് അയാളുടെ സുഹൃത്തിനെ കണ്ടുമുട്ടി. സുഹൃത്തേ, ഇത് മുഴുവൻ എന്റെ സമ്പാദ്യമാണ്. ഞാൻ തിരിച്ചു വന്നാലുടനെ ഇത് വാങ്ങിച്ചു കൊള്ളാം. ഇത് സൂക്ഷിച്ചു കൊള്ളാമോ? തീർച്ചയായും. നിങ്ങൾ വിഷമിക്കാതെ പോയിട്ട് വരൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വൃദ്ധൻ തിരിച്ചെത്തി തന്റെ സമ്പാദ്യം തിരികെ ചോദിച്ചു. സുഹൃത്തേ, എന്റെ പണം എനിക്ക് തിരിച്ചു തരാമോ? ഏത് പണം? നിങ്ങൾ എന്തൊക്കെയോ ചോദിക്കുന്നല്ലോ. വൃദ്ധൻ ബീർബലിന്റെ അടുത്തെത്തി. ബീർബൽ രണ്ടുപേരെയും വിളിച്ച് കാര്യം തിരക്കി. എവിടെ വെച്ചാണ് നിങ്ങൾ പണം കൊടുത്തത്? കാട്ടുപാതയിലുള്ള ഒരു പുളിമരത്തിന്റെ താഴെ വച്ച്. ശരി, നമുക്ക് ആ പുളിമരത്തെ സാക്ഷി പറയാൻ വിളിക്കാം. അത് അതെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പണം തിരിച്ചു കിട്ടും. വൃദ്ധൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നാലും ബീർബൽ പറഞ്ഞതുകൊണ്ട് അയാൾ മരത്തെ വിളിക്കാൻ പോയി. കുറെ മണിക്കൂറുകൾക്ക് ശേഷം, സമയമേറെയായല്ലോ, ഇനിയും അയാൾ എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് എത്ര അകലെയാണ് ആ മരം? ഇവിടെ നിന്ന് 4 മൈൽ അകലെയാണ് ആ മരം. അങ്ങനെയാണെങ്കിൽ ശരി, നമുക്കിവിടെ കാത്തു നിൽക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വൃദ്ധൻ തിരിച്ചെത്തി. അതെ, ഞാൻ എത്രയോ തവണ മരത്തെ വിളിച്ചു നോക്കി, എന്നാൽ അത് അനങ്ങുന്നേയില്ല. സാരമില്ല, മരം മുൻപേ തന്നെ ഇവിടെ സാക്ഷിയായി എത്തിക്കഴിഞ്ഞു. താൻ ആ പണം വാങ്ങിയില്ലായിരുന്നെങ്കിൽ ആ മരം എവിടെയാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? തെറ്റ് സമ്മതിച്ചില്ലെങ്കിൽ തനിക്ക് തക്ക ശിക്ഷ ലഭിക്കുന്നതാണ്. എന്നോട് ക്ഷമിക്കണം. ഇന്ന് തന്നെ അയാളുടെ പണം തിരികെ കൊടുത്തേക്കാം.